പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സൂരജ് ഒടുവിൽ തന്റെ പ്രണയം തുറന്നു പറയുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. ഇതിന്റെ ഭാഗമായി ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ മീനുവിനെ. ഇതേ തുടർന്ന് മീനുവിനോട് തൻ്റെ മനസ്സിലുള്ള പ്രണയം സൂരജ് തുറന്നു പറയുകയും മീനുവിനെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ മീനുവിനോട് ഇങ്ങനെയൊരു പ്രണയം എനിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഞാൻ മീനുവിനെ ഇപ്പോൾ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്. മാത്രവുമല്ല മീനു, ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. നിന്റെ കൂടെ ഒരു ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ നിന്നെ കാണുന്നതിനായി ഇവിടേക്ക് വന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് മീനു ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല എന്ന് മീനു അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് ചെല്ലുകയാണ്. ഇതേ തുടർന്ന് മീനുവിനോട് കാര്യങ്ങൾ പറയുന്ന സൂരജ് തിരികെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ മീനു ആകട്ടെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാണാനിടയാകുന്ന നാരായണൻ മീനുവിനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. എന്തുപറ്റി മീനു? മീനു എന്താ ആകെ ടെൻഷനായി ഇരിക്കുന്നുണ്ടല്ലോ? എന്താണ് കാരണം? എന്തെങ്കിലും ഉണ്ട് എങ്കിൽ പറയാൻ മടിക്കരുത്. ഇത് കേൾക്കുന്ന മീനു പ്രതീക്ഷിക്കാത്ത ഒരു വഴിത്തിരിവുണ്ടായടാ. എന്തു വഴിത്തിരിവ്? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇന്ന് എന്നെ കാണാൻ സൂരജ് വന്നിരുന്നു. ഏത്? ആ ഓഫീസറോ? അതെ, അയാൾ തന്നെ. ഇന്ന് അയാൾ എന്നോട് വന്ന് പറയുകയാ എന്നെ അയാൾക്ക് ഇഷ്ടമാണ് എന്നും വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്നുമുള്ള കാര്യം. ഈ കാര്യം കേട്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെയാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് യാതൊരു വിധത്തിലും പേടിക്കണ്ട മീനു. എന്താണ് നിന്റെ മനസ്സിലുള്ളത്? ആ കാര്യം തുറന്നു പറയണം. ആ കാര്യത്തിൽ യാതൊരു ഭയവും നിനക്ക് വേണ്ട. എന്തിനും ഏതിനും കൂടെ ഞങ്ങളുണ്ട്. യാതൊരു പ്രശ്നവും നിനക്ക് ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഞങ്ങൾ ഉറപ്പ് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും പേടിക്കേണ്ട. കാര്യങ്ങൾ എല്ലാം ശരിയാവുക തന്നെ ചെയ്യും. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്തു പറയണമെന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ മീനു. പക്ഷേ സൂരജിന്റെ പ്രണയം അറിഞ്ഞതിനെ തുടർന്ന് നാരായണനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. മീനുവിന്റെ ഭാവമാറ്റം നാരായണനെ ആകെ ഞെട്ടിച്ചു കളയുന്നു. മീനുവിന് അവനെ ഇഷ്ടമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് നാരായണൻ മനസ്സിൽ പറയുകയാണ്. ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല. മീനു എൻ്റെ കൂടെ ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് നാരായണൻ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. പക്ഷേ മീനുവിൻ്റെ മനസ്സിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് നാരായണൻ മുന്നിലേക്ക് പോകുകയാണ്. മാത്രവുമല്ല ഇനി എന്തായാലും ആ സൂരജിനെ ചെന്ന് കാണുക തന്നെ വേണം. കാര്യങ്ങൾ അയാളോട് ചോദിക്കുക തന്നെ വേണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. ഇതേ തുടർന്ന് സൂരജിനെ ചെന്ന് നാരായണൻ കാണുന്നു. എന്താണ് നീ എന്നെ കാണാൻ വന്നിരിക്കുന്നത് എന്ന് നാരായണനോട് സൂരജ് ചോദിച്ചതിനെ തുടർന്ന് സൂരജിനോട് കുറച്ച് കാര്യങ്ങൾ അറിയാൻ തന്നെയാടാ ഞാൻ ഇവിടേക്ക് വന്നത്. എനിക്ക് കാര്യങ്ങൾ വ്യക്തമായി അറിയണം. നീ എന്തിനാണ് മീനുവിനെ ചെന്ന് കണ്ടത്? ഇത് കേൾക്കുന്ന സൂരജ് എനിക്ക് അവളെ ഇഷ്ടമാണ്. ആ കാര്യം അവളെ അറിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ പോയി കണ്ടത്. അതിൽ ഒരു പ്രശ്നവും ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിലുള്ള പ്രണയമാണ് അവളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്നും
ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ച് നിൽക്കുന്നതായി പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് നാരായണൻ, മീനു എൻ്റെ പെണ്ണാടാ, എൻ്റെ മാത്രം. അവൾ എൻ്റെ മനസ്സിൽ കയറി കൂടിയിട്ട് വർഷങ്ങളായി. നീയൊക്കെ ഇന്നലെ വന്നവൻ. അവളെയൊക്കെ ആലോചിക്കാൻ മാത്രം നിനക്ക് എന്ത് യോഗ്യതയാടാ ഉള്ളത് എന്ന് ചോദിക്കുന്ന നാരായണൻ, ഇനി നീ അവളുടെ മുന്നിൽ വന്നു പോകരുത് എന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു. ഇപ്പോൾ സൂരജിനെ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.